ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ എന്നുള്ളത് മൂക്കന്നൂർ അടുത്തുള്ള കിടങ്ങൂരാണ്. കിടങ്ങൂർ എന്ന് പറയുമ്പോൾ നോർത്ത് കിടങ്ങൂരാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നതിന്റെ രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, നമുക്കൊരു വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യണം ഇവിടെ. പിന്നെ ഒരു വാട്ടർ ഫിൽട്രേഷൻ, വെസൽ ഫിൽട്രേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. വെസൽ ഫിൽട്രേഷൻ അതിനുള്ള സാധനങ്ങൾ നമ്മൾ ഇവിടെ കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട്. പ്യൂരിഫയർ ആണ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ നിങ്ങളെല്ലാവരും വീഡിയോ പരമാവധി ഫുള്ള് കാണാൻ ശ്രമിക്കുക. കാര്യങ്ങളെല്ലാം കുറച്ച് നിങ്ങൾക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കണ്ടറിയാം. ഭയം ഇവിടെയാണ് നമുക്ക് പിടിപ്പിക്കേണ്ടത്. സ്ഥലപരിമിതി ഉള്ളതിന്റെ പേരിൽ കസ്റ്റമർ തന്നെ പറഞ്ഞു നമുക്ക് ഇവിടെ ഈ സൈഡിൽ കൊടുത്താൽ മതി, ഡ്രില്ലൊന്നും ചെയ്യണ്ട എന്നാ പറഞ്ഞത്. അപ്പോൾ 11 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള അക്വാജേഡിന്റെ വാട്ടർ പ്യൂരിഫയർ ആണ് നമ്മൾ ഇവിടെ പിടിപ്പിക്കുന്നത്. ഇതിലിട്ടിരിക്കുന്നത് 24 വോൾട്ട് DC HN പമ്പും ആക്യുവേറ്റഡ് മെമ്മറിനുമാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കിടക്കാം. വേറെ കാര്യം പറയാൻ പറഞ്ഞത്, നമ്മളൊരു സബ്സ്ക്രൈബറിന്റെ വീടാണ്. പിന്നെ ഇവിടുത്തെ വെള്ളത്തിന്റെ ക്വാളിറ്റി നിങ്ങളെ കാണിക്കുക എന്നുള്ള നിർവാഹമില്ലാത്ത കാര്യമാണ്. കാരണം കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വെള്ളം നമുക്ക് പ്രത്യക്ഷത്തിൽ കണ്ടാൽ മനസ്സിലാവില്ല. വെള്ളത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവര് വാട്ടർ ലാബിൽ വിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കോളിഫോം സാന്നിധ്യം ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ അയൺ കണ്ടന്റ് ഉണ്ട്. പിന്നെ pH ലെവൽ കുറവാണ്. പിന്നെ സ്മെല്ലിയാണ് വാട്ടർ. ഓയിൽ കണ്ടന്റ് ഉണ്ട്. അങ്ങനെ പലവിധ പ്രശ്നങ്ങളാണ്. ടർബിഡിറ്റി ഉണ്ട്, ഹാർഡ്നെസ് ഉണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇവിടെ 2 സോഴ്സ് ആണുള്ളത്. ഒരു ഓപ്പൺ വെല്ലും വേറെ ഒരു ബോർ വെല്ലും. രണ്ടും കൂടി ക്ലബ് ചെയ്താണ് അവർ കയറ്റുന്നത്. അപ്പോൾ വേനൽക്കാലം കടുക്കുന്നതോടുകൂടി നമ്മുടെ ഈ ഓപ്പൺ വെല്ലിലെ വെള്ളത്തിന്റെ സാന്നിധ്യം കുറയും, ദൗർബല്യം വരും വെള്ളത്തിന്. അപ്പൊ ആ സമയത്ത് നമുക്ക് ബോർവെല്ല് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഫിൽട്രേഷൻ സിസ്റ്റം ആണ് ഇവിടെ നമ്മൾ വെക്കുന്നത്. മെയിനായിട്ട് നമ്മുടെ ഈ ഓപ്പൺ വെല്ലാണ് ഈ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടേക്കുന്നത്. കാരണം വേറെ തൊട്ടടുത്ത് തന്നെ വീടുണ്ട്, ചാണാക്കുഴി ഉണ്ട്, അതുപോലെ തന്നെ സെപ്റ്റി ടാങ്കിന്റെ ലീക്കേജ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ്. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ കാണുന്നതാണ് ഓപ്പൺ വെല്ല്. ഇവിടെ തൊട്ടപ്പുറം കാണുന്ന വീട്, അവിടെ നിന്നുള്ള സെപ്റ്റി ടാങ്കിന്റെ മാലിന്യമാണ് ഇങ്ങോട്ട് എത്തുന്നത്. അതുകൂടാണ്ട് അപ്പുറം ഒരു പശുത്തൊഴുത്തും ഉണ്ടെന്നാണ് പറയുന്നത്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പശുക്കളൊക്കെ ഉണ്ട് അകത്തൊഴുത്തില്. അതുപോലെ തന്നെ ഇവിടെ കെട്ടിമറിച്ചിരിക്കുന്നത് ഇവരുടെ ബാത്റൂമിന്റെ ഏരിയയാണ്. അവിടെ സെപ്റ്റി ടാങ്കൊക്കെ പൊട്ടിയിട്ട് അവിടെ നിന്ന് ലീക്കേജ് ഇതിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്.
അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. പ്യൂരിഫയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം ക്വാളിറ്റി ചെക്ക് ചെയ്യാം, എന്നിട്ട് ഇവിടെ ഗൃഹനാഥനോട് തന്നെ ചോദിക്കാം ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്. നമ്മുടെ വർക്ക് കഴിഞ്ഞു. അപ്പൊ നമുക്ക് വെള്ളം ഒന്ന് എടുത്തൊന്ന് കുടിച്ചു നോക്കാം. എങ്ങനെയുണ്ടെന്ന് കുടിച്ചു നോക്കിയിട്ട് ചേട്ടൻ ഒന്ന് പറയും. നന്നായിട്ടുണ്ട്. വെള്ളം നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ ഈ പ്യൂരിഫയർ വെക്കാനുള്ള കാരണം എന്താ? ഇവിടെ കിണറിന്റെ ബോർവെല്ലിലെ മഞ്ഞപ്പ്, അയണിന്റെ സാന്നിധ്യവും, പിന്നെ പി എച്ച് കുറവ്, പിന്നെ ഉള്ളത് സ്മെല്ല്, പിന്നെ ബാക്ടീരിയയുടെ പ്രശ്നം മറ്റേ കിണറില്. അപ്പോ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളാണ് നമുക്ക് ഉള്ളത്. രണ്ട് വെല്ലിന്റെ അതും രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. രണ്ട് വെല്ലും നമ്മൾ മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വെള്ളം കുടിക്കാനുള്ളതും പാചകത്തിനുള്ള വെള്ളം നമ്മൾ പുറത്തുനിന്നായിരുന്നു കൊണ്ടുവന്നത്. അപ്പൊ അതിനുള്ളൊരു പരിഹാരം ഉണ്ട് നമ്മളിപ്പോ വെച്ചു കൊടുത്തേക്കുന്നത് പ്യൂരിഫയർ. ഇനി നമുക്ക് വെസൽ ഫിൽട്രേഷൻ ബാക്കിയാണ്. അതിന്റെ മെറ്റീരിയൽ എല്ലാം നമ്മളോട് ഇറക്കിയിട്ടുണ്ട്. അത് അടുത്ത് ഉടനടിയിൽ നമ്മൾ അത് ചെയ്യുന്നതാണ്. അപ്പൊ ചേട്ടൻ സാറ്റിസ്ഫൈഡ് അല്ലേ? ചെയ്തോളം ഭംഗിയായിട്ട് സാറ്റിസ്ഫൈഡ്. ഓക്കെ. അപ്പൊ ഇന്ന് തൊട്ട് പുറത്തു പോയി കുടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ എടുത്തോളൂ വെള്ളം. കൊണ്ടുവന്ന് വെച്ചേക്കാം. അതെ, ഈ വെള്ളവും കുടിച്ചിട്ട് അത് കൊണ്ടുവന്ന് വെച്ചാൽ വെള്ളം തൊട്ട് അടുത്ത വീട്ടിലെ വെള്ളം അല്ലേ, അവിടുത്തെ വെള്ളം കുടിച്ച് നോക്കിയിട്ട് അതിന്റെ ടേസ്റ്റ് ഇതിന്റെ ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് പറയണം ഏതാണെന്ന്. എത്രത്തോളം പിന്നെ നോക്കിയിട്ട് പറയണം. കുടിച്ച ടേസ്റ്റ് വ്യത്യാസം പറയാം. അപ്പൊ ശരി കേട്ടോ, താങ്ക് യു. അപ്പോ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മുടെ പാർട്ട് 1 വീഡിയോ ഇവിടെ ഇങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ നമ്മുടെ വെസൽ ഫിൽട്രേഷൻ ഫിക്സ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയ വർക്കുമായി വരുന്നവരെ ബൈ.